കൊമേഴ്സ് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒന്നാമത്തെ ചാപ്റ്ററായ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിലെ ആദ്യ യൂണിറ്റ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടിരിക്കും. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന ഈ ഒരു ടോപ്പിക്കിൽ വിശദീകരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ചാണ്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ കണ്ടിട്ടുണ്ടാകാം. ഓരോ കമ്പ്യൂട്ടറിൻ്റെയും സൈസ്, അവയുടെ ഷേപ്പ്, പെർഫോമൻസ് തുടങ്ങിയവയെല്ലാം വ്യത്യസ്തമാണ്. എങ്കിലും എല്ലാ കമ്പ്യൂട്ടറുകൾക്കും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഓർഗനൈസേഷനാണ് ഉള്ളത്. അല്ലെങ്കിൽ അവയുടെ ഭാഗങ്ങളെല്ലാം തുല്യമാണ്, ഒരേ രീതിയിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ കമ്പ്യൂട്ടറുകളുടെ ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ജോൺ വോൺ ന്യൂമാൻ എന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു മാത്തമാറ്റീഷ്യനാണ്, അതേപോലെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമാണ്. ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ മോഡലിന് 4 ഭാഗങ്ങളുണ്ട്. അവ ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നിവയാണ്. ഈ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഫങ്ഷൻ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡയഗ്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 ഭാഗങ്ങൾ ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് നമുക്കറിയാം, കമ്പ്യൂട്ടറുകളിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റ നൽകുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഡാറ്റയും ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടറുകളിലേക്ക് നൽകാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇങ്ങനെ കമ്പ്യൂട്ടറുകളിലേക്ക് നൽകുന്ന ഡാറ്റ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജിൽ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അവ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഓപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റ നൽകാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഭാഗമായി വരുന്ന ഡിവൈസുകൾ നമുക്കറിയാം. കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയവ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റിന് 3 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ കമ്പ്യൂട്ടറിൻ്റെ പുറമെ നിന്ന് ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്വീകരിക്കുക. രണ്ടാമത്തെ ഫങ്ഷൻ ഇങ്ങനെ കമ്പ്യൂട്ടറിന് പുറത്തുനിന്നും സ്വീകരിക്കുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അല്ലെങ്കിൽ ഫോർമാറ്റിലേക്ക് മാറ്റാം. മൂന്നാമത്തെ ഫങ്ഷൻ ഇങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുള്ള ഡാറ്റയെ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നൽകുക. ഇങ്ങനെ 3 ഫങ്ഷൻസാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റിന് ഉണ്ടാവുക. രണ്ടാമത്തെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ അഥവാ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU. അതായത് കമ്പ്യൂട്ടറിലെ എല്ലാ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസും നടക്കുന്നത് ഈ CPU എന്ന ഈ ഭാഗത്താണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ വീണ്ടും നമുക്ക് 3 ആയിട്ട് വിഭജിക്കാം. അവ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് അഥവാ LU, കൺട്രോൾ യൂണിറ്റ് CU ആൻഡ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ട് നമുക്ക് CPUവിനെ വേർതിരിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് നോക്കാം. CPUവിൻ്റെ ഒരു ഭാഗമാണ് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അരിതമെറ്റിക് എന്ന് പറയാൻ നമുക്കറിയാം മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ്
മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും നിർവഹിക്കാൻ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ CPU-ൻ്റെ ഭാഗമാണ് ALU. ഇവിടെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് നടക്കും. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേപോലെ ഇതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. ആൻഡ്, ഓർ, നോട്ട് തുടങ്ങിയ ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലാണ്. രണ്ടാമത്തെ ഭാഗമാണ് CPU-ൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്, CU. കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗത്തിനും നമുക്കറിയാം ഓരോ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഓരോ ഭാഗങ്ങളും കമ്പ്യൂട്ടർ സ്വയം അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ സ്വയം ഒരു വർക്കും ചെയ്യില്ല. എപ്പോഴാണ് കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരു വർക്ക് ചെയ്യുക? ഇപ്പോൾ കീബോർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഒരു കാര്യം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഡിസ്പ്ലേ ചെയ്യുക? അതിനൊരു നിർദ്ദേശം കിട്ടുമ്പോഴാണ് ആ ഒരു മോണിറ്റർ ആവശ്യമായ കാര്യങ്ങൾ മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടെങ്കിലും ഓരോ ഡ്യൂട്ടി ഉണ്ടെങ്കിലും നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രമാണ് ആ ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ ഡിവൈസും അതിന് അസൈൻ ചെയ്തിട്ടുള്ള ആ വർക്ക്, ആ ജോലി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിവൈസിനെയും അല്ലെങ്കിൽ മറ്റു യൂണിറ്റുകൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുവാനുള്ള യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിവൈസുകൾക്കും നൽകേണ്ട സിഗ്നൽസ് കൺട്രോൾ യൂണിറ്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായി വരുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റ് ഓരോ ഡിവൈസുകളെയും വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ഓരോ യൂണിറ്റും പ്രവർത്തന സജ്ജമാക്കുന്നു. ഇതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലി. മറ്റു യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യുക, കൺട്രോൾ സിഗ്നൽസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ കൺട്രോൾ യൂണിറ്റിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നു. കാരണം ഇതാണ് മറ്റു ഭാഗങ്ങളെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റാണ്. CPU-ൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് രജിസ്ട്രീസ്. രജിസ്ട്രീസ് സ്റ്റോറേജ് ആണ്. വളരെ ചെറിയ കമ്പ്യൂട്ടറിനകത്തുള്ള ഏറ്റവും ചെറിയ സ്റ്റോറേജ് ആണ് രജിസ്ട്രീസ്. ഇത് ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് ആണ്. രജിസ്ട്രീസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ടെമ്പററി ആയിട്ട് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ. അതായത് കമ്പ്യൂട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ രജിസ്ട്രീസിലുള്ള ഡാറ്റകളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ CPU-ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകളാണ് രജിസ്ട്രീസിനകത്തുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് CPU-ൻ്റെ ഭാഗങ്ങൾ: അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്ട്രീസ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടറിനകത്ത് സൂക്ഷിച്ചു വെക്കുവാനുള്ള ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് നൽകുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജിൽ പോയിട്ട് സ്റ്റോർ ആകുന്നു. അതിനുശേഷമാണ് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ആ ഡാറ്റയും ഇൻസ്ട്രക്ഷനും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡാറ്റ പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് ലഭിക്കുന്ന റിസൾട്ടുകളും എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡാറ്റയും ഇൻസ്ട്രക്ഷനും റിസൾട്ടും എല്ലാം കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഭാവിയിൽ നമുക്ക് ആവശ്യമായി വരുന്ന സമയത്ത് അവയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ അവരുടെ മെമ്മറിയിൽ ഡാറ്റ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഭാവിയിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറിൽ ഡാറ്റ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റുകളെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. ഒന്നാമത് പ്രൈമറി സ്റ്റോറേജ്, രണ്ടാമത് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിനെ മെയിൻ മെമ്മറി എന്നും അറിയപ്പെടുന്നു. ഈ പ്രൈമറി മെമ്മറിയെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം: റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി, ആൻഡ് റീഡ് ഓൺലി മെമ്മറി, റോം. റാമിൽ സാധാരണ ഉണ്ടാവുക CPU-ന് പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള
ഡാറ്റയും അതേപോലെ ഇൻസ്ട്രക്ഷനുമാണ്. CPU-വിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷനും, അതേപോലെ CPU പ്രോസസ്സിങ്ങിൻ്റെ റിസൾട്ടായി ലഭിക്കുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ടും റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. റോം എന്ന പ്രൈമറി മെമ്മറി സ്റ്റോറേജിലുണ്ടാവുക ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ്. അതായത് കമ്പ്യൂട്ടർ ഓണായി വരുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു പ്രോഗ്രാമാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ആ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൈമറി മെമ്മറിയാണ് റോം. അപ്പോൾ ഇങ്ങനെ പ്രൈമറി മെമ്മറി രണ്ട് തരമുണ്ട്, റാം ആൻഡ് റോം. രണ്ടാമത്തെ സ്റ്റോറേജ് ഡിവൈസാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഇതിന് മറ്റൊരു പേരുണ്ട് ഓക്സിലറി സ്റ്റോറേജ്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതേപോലെ ഡാറ്റ പെർമനൻ്റ് ആയിട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൈമറി മെമ്മറിയിൽ ഡാറ്റ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. ടെമ്പററി ആയിട്ട് മാത്രമേ, താൽക്കാലികമായി മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകൾ കമ്പ്യൂട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെടും. എന്നാൽ സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകൾ കമ്പ്യൂട്ടർ ഓഫാക്കി കഴിഞ്ഞാലും ആ ഡാറ്റ അതിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക്, അതേപോലെ CD, DVD ഒക്കെ എന്താണ്, സെക്കൻഡറി സ്റ്റോറേജിന് ഉദാഹരണമാണ്. പെൻഡ്രൈവ്, ഇതൊക്കെ എന്താണ്, സെക്കൻഡറി സ്റ്റോറേജിന് ഉദാഹരണമാണ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റകളെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ പുറം ലോകത്തേക്ക്, കമ്പ്യൂട്ടറിന് പുറത്തേക്ക് നൽകുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ ഔട്ട്പുട്ട് യൂണിറ്റ് ഹ്യൂമൻ റീഡബിൾ ഫോമിലായിരിക്കും. അതായത് കമ്പ്യൂട്ടറിൻ്റെ യൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻഫർമേഷൻ നൽകുന്നത്. അപ്പോൾ നമുക്കറിയാം, മോണിറ്ററിൽ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഫോട്ടോസ് ആയിട്ടായി കാണാം, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ കാണാം. അപ്പോൾ ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് മോണിറ്റർ. അതുപോലെ പ്രിൻ്റർ മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇപ്പോൾ പേപ്പർ ഡോക്യുമെൻ്റ് നമുക്ക് പ്രിൻ്റ് കിട്ടും. ഇപ്പോൾ മോണിറ്ററും പ്രിൻ്ററൊക്കെ നമ്മൾ സാധാരണ കോമൺ ആയി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഈ ഔട്ട്പുട്ട് ഡിവൈസിന് 3 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ, ഇറ്റ് റിസീവ്സ് ദി റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി CPU ഇൻ കോഡഡ് ഫോം. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ഭാഷയിൽ, കമ്പ്യൂട്ടറിൻ്റെ ഭാഷ ബൈനറി എന്ന ഭാഷയാണ്, ആ ഭാഷയിൽ ആ ഒരു ഫോമിൽ ഇൻഫർമേഷൻ സ്വീകരിക്കുക. ഇതാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ, ഇങ്ങനെ ബൈനറി ഫോമിലുള്ള ഡാറ്റകളെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, മാറ്റുക. ഇതാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ജോലി. മൂന്നാമത്തെ ജോലി അല്ലെങ്കിൽ മൂന്നാമത്തെ ഫങ്ഷൻ, ഈ ഇൻഫർമേഷനെ കമ്പ്യൂട്ടറിന് പുറത്തേക്ക് നൽകുക. അതായത് മോണിറ്റർ വഴിയോ പ്രിൻ്റർ വഴിയോ ഇത്തരം ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് പുറത്തേക്ക് ഈ ഡാറ്റ നൽകുക. ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ 3 ഫങ്ഷൻസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, CPU-ന് 3 ഭാഗങ്ങളുണ്ട്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. പിന്നീട് സ്റ്റോറേജ് 2 തരമുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ലാസ്റ്റ് വൺ ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ 4 യൂണിറ്റുകളാണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് സ്പീഡ്, വേഗത. കമ്പ്യൂട്ടറിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ
ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട്, സെക്കൻഡ് ഒരു ഭാഗം കൊണ്ട് തന്നെ ധാരാളം മില്യൺ കണക്കിന് ഓപ്പറേഷൻസ് കമ്പ്യൂട്ടറിന് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് വളരെ വേഗത്തിലാണ്, സ്പീഡ്, അതിൻ്റെ ഓപ്പറേഷൻ സ്പീഡ് വളരെ കൂടുതലാണ്. രണ്ടാമത്തേതാണ് അക്യുറസി. അക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത. കമ്പ്യൂട്ടർ നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വളരെ കൃത്യമായിട്ടുള്ള, തെറ്റുകൂടാതെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. സാധാരണ മനുഷ്യന്മാർ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഒരു പ്രവർത്തനം ചെയ്ത് കിട്ടുന്ന പ്രവർത്തനം അതേ ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് നൽകും. ഇപ്പോൾ ഒരു 100 നമ്പർ കമ്പ്യൂട്ടറിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞാലും, തൊട്ടടുത്തുള്ള ഒരു നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥിയോട് ആഡ് ചെയ്യാൻ പറഞ്ഞാലും കമ്പ്യൂട്ടർ വളരെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ ആ നമ്പർ നമുക്ക് 100 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് തരും. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി ഒരു പക്ഷേ അതിൽ തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമതാണ് ഡിലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിന് വളരെ കൂടുതൽ സമയം ക്ഷീണം കൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. നാലാമത്തത് വേഴ്സറ്റാലിറ്റി. കമ്പ്യൂട്ടറിന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മ്യൂസിക് കേൾക്കാൻ സാധിക്കും. ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കും. അതാണ് വേഴ്സറ്റാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത് ഹ്യൂജ് മെമ്മറിയാണ്. കമ്പ്യൂട്ടറിന് കൂടുതൽ ഡാറ്റ, ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ സ്റ്റോറേജ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആയി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന് ലാക്ക് ഓഫ് IQ. കമ്പ്യൂട്ടറിന് IQ ഇല്ല, അതായത് സ്വയം ചിന്തിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് എപ്പോഴും അതിന് പ്രോഗ്രാം ചെയ്യുന്ന രീതിയിലാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിന് ചിന്തിക്കുവാനോ ഒരു ഡിസിഷൻ എടുക്കുവാനോ സ്വയം ഒരു ഡിസിഷൻ എടുക്കാനോ സാധിക്കുകയില്ല. കമ്പ്യൂട്ടറിനോട് നിർദ്ദേശം നൽകുന്ന രീതിയിൽ മാത്രമാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നൊരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്.